ദൈവത്തിന്റെ നാമം പോലും കേട്ടിട്ടില്ലാത്ത, ദൈവത്തിന്റെ ദേവാലയം ഒരെണ്ണം പോലും ഇല്ലാത്ത നിനവെ പട്ടണം മുഴുവൻ 1,20,000 വരുന്ന പട്ടണവാസികൾ മുഴുവൻ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിച്ച് ദൈവമാർഗത്തിലേക്ക് പിന്തിരിഞ്ഞു. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് ആ പട്ടണത്തിന് മേൽ വരുത്താനിരുന്ന അനർത്ഥങ്ങളെ നീക്കി ആ പട്ടണത്തെ കർത്താവ് അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ വർഷം അനുഗ്രഹത്തിന്റെ വർഷമാണോ തകർച്ചയുടെ വർഷമാണോ എന്ന് നിങ്ങൾ നിശ്ചയിക്കണം. ഇതാ ദൈവത്തിന്റെ ദൂത് മുഴങ്ങുകയാണ്. ജെറൂസലേമിൽ ദൈവത്തിന്റെ ദൂത് മുഴങ്ങി, നിനവയിൽ ദൈവത്തിന്റെ ദൂത് മുഴങ്ങി. ജെറൂസലം തിരസ്കരിച്ചു. അവര് പറഞ്ഞു, ഈ ഐശ്വര്യം ഈ അടുത്ത കാലത്തൊന്നും നശിക്കാൻ പോകുന്നില്ല, ഈ മേന്മ, ഈ പട്ടണം ഈ അടുത്ത കാലത്തൊന്നും തകരാൻ പോകുന്നില്ല. എന്നാൽ നിനവയാകട്ടെ ദൈവത്തിന്റെ ദൂത് കേട്ടപ്പോൾ ഹൃദയപൂർവ്വം അനുദപിച്ചു, ഹൃദയപൂർവ്വം എളിമപ്പെട്ടു, ദൈവമാർഗത്തിലേക്ക് തിരിഞ്ഞു, ദൈവത്തെ വിളിച്ചു, ദൈവത്തിന് മുമ്പിൽ താണു. ദൈവം ആ പട്ടണത്തെ കൈകൾ നീട്ടി അനുഗ്രഹിച്ചു. എന്നാൽ ധാർഷ്ട്യത്തോടെ താങ്കളുടെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയാതെ മത്സരത്തോടെ ദൈവത്തോട് മറുതലിച്ച ജനം, ജെറൂസലേമിലെ ജനം, അവർക്ക് തകർച്ചയുടെ ദിനങ്ങളാണ് തുടർന്നു വന്ന നാളുകൾ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പുതിയ വർഷം എന്തിനു വേണ്ടി? ഈ പുത്തനാണ്ട് എന്തിനു വേണ്ടി? ഈ പുത്തനാണ്ടിന്റെ പാകതയും ആരാണ് നിർണയിക്കുന്നത്? ഏതായാലും ജെറമ്യാ 1:12 കർത്താവ് പറയുന്നു, കർത്താവിന്റെ വചനങ്ങൾ നിവർത്തിക്കാൻ കർത്താവ് ജാഗ്രതയോടെ ഇരിക്കുന്നു. ജെറമ്യാ, നീ എന്ത് കാണുന്നു? ഇതാ ഒരു ജാഗ്രതാ വൃക്ഷം. കർത്താവ് അരുൾ ചെയ്തു, എന്റെ വചനങ്ങൾ നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, പ്രിയപ്പെട്ട ദൈവജനമേ, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനം ദൈവമക്കൾക്ക് ഒരു വലിയ വെളിപ്പെടുത്തൽ നൽകുന്നുണ്ട്. എന്റെയും നിങ്ങളുടെയും കാലടികൾ പോലും എനിക്ക് നിങ്ങൾക്ക് സ്വാധീനമല്ല. 10-ാം അധ്യായത്തിൽ 23-ാം തിരുവചനം, കർത്താവേ, മനുഷ്യന്റെ മാർഗങ്ങൾ അവന്റെ നിയന്ത്രണത്തിലല്ലെന്നും നടക്കുന്നവന് തന്റെ ചുവടുകൾ സ്വാധീനമല്ലെന്നും എനിക്കറിയാം. മനുഷ്യന്റെ മാർഗങ്ങൾ അവന്റെ നിയന്ത്രണത്തിലല്ലെന്നും നടക്കുന്നവന് തന്റെ ചുവടുകൾ പോലും അവന്റെ സ്വാധീനത്തിലല്ലെന്നും എനിക്കറിയാം. എളിമപ്പെടണം, എളിമപ്പെടണം. എല്ലാം കൂട്ടിയാ കൂടുതൽ ചിന്തിക്കരുത്. ദൈവത്തിന്റെ സഹായം വേണം. ഈ പുത്തനാണ്ട് അനുഗ്രഹത്തിന്റെ ആണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ വചനം പത്രോസ് ശ്ലീഹായുടെ 2-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ വെളിപ്പെടുത്തുന്നു. എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദീർഘക്ഷമ രക്ഷാകരമാണ്. എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് എളിമപ്പെടാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുന്ന് ഒരു ദിവസത്തെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തെക്കുറിച്ച് അവിടത്തേക്ക് നിശ്ചിതമായൊരു ലക്ഷ്യമുണ്ട്. അവിടുന്ന് ഒരു പുതിയ വർഷത്തെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പുതിയ വർഷത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി അവിടത്തേക്ക് നിശ്ചിതമായ പദ്ധതികളുണ്ട്. അവിടുത്തെ പദ്ധതികൾ പൂർത്തിയാക്കാൻ അവിടുന്ന് ജാഗ്രതയോടെ കാത്തിരിക്കുന്നുവെന്ന് വചനപ്രകാരം ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ഇത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ വർഷമാകാൻ ആഴത്തിൽ അനുദപിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ആഴത്തിൽ അനുദപിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കൂട്ടുന്ന, സ്വർഗത്തിൽ നിത്യതയുടെ നാട്ടിൽ നിക്ഷേപങ്ങൾ കൂട്ടുന്നൊരു വർഷമാകാൻ അനുതാപത്തിന്റെ ഹൃദയം ഞങ്ങൾക്ക് തരണമേ. പുത്തനാണ്ട് ആഴത്തിലുള്ള അനുതാപത്തിന്റെയും സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതുന്നതിനെയും നല്ല വർഷമാകാൻ ഈ രാത്രി, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് മടങ്ങാൻ അവിടുന്ന് ഇപ്പോൾ ആത്മാവിനെ അയച്ച് ദാസന്മാരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപ വെറിക്കൂത്തുകളിൽ മുഴുകുന്നവർ, താന്തോന്നത്തിൽ ജീവിക്കുന്നവർ, ദൈവത്തോട് മറുതലിച്ചിരിക്കുന്നവർ, കർത്താവെ, ഇപ്പോൾ അവിടുത്തെ ആത്മാവിന്റെ സാന്നിധ്യത്താൽ വിവേകത്തിലേക്ക് മടങ്ങി വരട്ടെ. തെറ്റിലേക്ക് വഴുതിപ്പോയവർ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് മടങ്ങി വരട്ടെ. പിറുപിരുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് സകല ഹൃദയങ്ങളുടെ മേലും ഇപ്പോൾ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ സകല ഹൃദയങ്ങളുടെ മേലും ലോകത്തിന്റെ മേലും വ്യാപരിക്കട്ടെ. ദൈവം പറഞ്ഞിട്ടുള്ള എല്ലാ വചനങ്ങളും ദൈവം നിവർത്തിക്കുമെന്ന് തിരിച്ചറിവോടെ ഓരോ ദിനങ്ങളിലും തിരിച്ചറിവിന്റെ മാർഗത്തിൽ, വിശുദ്ധിയുടെ മാർഗത്തിൽ, വിവേകത്തിന്റെ മാർഗത്തിൽ, അനുതാപത്തിന്റെ മാർഗത്തിൽ നടക്കാൻ ഓരോ മകനും മകളും അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
കുളക്കരയിൽ വിവശനാം തളർവാത രോഗിയാണു ഞാൻ. സഹായഹസ്തങ്ങൾ നീട്ടുവാൻ പോലും ആരുമില്ലാതെ കേഴുന്നു ഞാൻ. നിരാലംബനായി കേഴുന്നു ഞാൻ. സുഖമാക്കണേ സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ 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 നാഥാ, സുഖമാക്കണേ. ദിവ്യകാരുണ്യനാഥനായ ഈശോ ഇതാ ഈ അനുഗ്രഹ നിമിഷങ്ങളിൽ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് ആത്മാർത്ഥമായി അവിടുത്തെ വിളിക്കാം. ദൈവമേ, ഞങ്ങളുടെ കാലടികൾ പോലും ഞങ്ങൾക്ക് സ്വാധീനമല്ലെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്നും അവിടുന്ന് അറിയുന്നുവല്ലോ. ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് വരണമേ. ഞങ്ങളുടെ ജീവിതത്തെ തകർത്തെറിയുന്ന ഓരോ തരത്തിലുള്ള വിപരീത സ്വാധീനങ്ങളിലേക്കും അവിടുന്ന് കടന്നു വരണമേ. തകർച്ചകളിലേക്കും വലിയ അധപതനങ്ങളിലേക്കും പരാജയങ്ങളിലേക്കും ഞങ്ങൾ വലിച്ചിഴയ്ക്കുന്ന എല്ലാ തരത്തിലുള്ള എതിർ ശക്തികളിലേക്കും അവിടെ എഴുന്നള്ളി വന്നതിനെ തകർക്കണമേ കർത്താവേ. ഈ പുത്തൻ വർഷം, ഈ പുതുവർഷം വലിയ അനുഗ്രഹത്തിൻ്റെ വർഷമാകാൻ അനുതാപവും വിവേകവും ഞങ്ങൾക്കായി അവിടുന്ന് പ്രദാനം ചെയ്യണമേ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ നാമം വിളിച്ച് അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ പുത്തൻ വർഷത്തിൽ ഓരോ കുടുംബങ്ങളും നേരിടാനുള്ള തിന്മകളെയും ഉപദ്രവങ്ങളെയും അവിടുന്ന് നീക്കി അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാത്മാവ് പോലും നിത്യനാശത്തിന് ഇടവരാതിരിക്കാൻ തക്കവിധം സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരാകാൻ കർത്താവേ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് ഇപ്പോൾ കൈകൾ കൊണ്ട് തൊട്ട് അനുഗ്രഹിക്കണമേ. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ അവിടുന്ന് പഠിപ്പിച്ചു, സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുവിൻ. കർത്താവെ, അതിനുള്ള തിരിച്ചറിവ്, ആത്മീയമായി അധ്വാനിക്കാൻ, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനുള്ള തിരിച്ചറിവ് അങ്ങയുടെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. ആഴമേറിയ അനുതാപത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കാൻ ഈ പുത്തൻ വർഷം മുഴുവനും അങ്ങയുടെ മക്കൾക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇപ്പോൾ ഈ സ്വരം കേട്ട് ഈ പ്രാർത്ഥനയോട് ചേരുന്ന എല്ലാ ദാസന്മാരെയും ദാസിമാരെയും അവിടുത്തെ അരൂപിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ബന്ധനങ്ങളിരിക്കുന്നവർ ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ, തിന്മയുടെ ആധിപത്യങ്ങൾ തകർന്നു പോകട്ടെ, നാരകീയ പിശാചിന്റെ ഉപദ്രവങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള ശത്രുപീഠകൾ, പലതരത്തിലുള്ള അധപതന ശക്തികൾ, പാപ സ്വഭാവങ്ങൾ, ദുശീലങ്ങൾ, ദൈവത്തോട് മറുതലിക്കുന്ന പ്രകൃതങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവമക്കളിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ആത്മീയമായ തടസ്സങ്ങളിരിക്കുന്നവരുടെ ചങ്ങലകൾ പൊട്ടിപ്പോകട്ടെ. ദൈവകൃപ നിറയട്ടെ, അഭിഷേകം ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ഈ നിമിഷങ്ങളിൽ മനസ്സ് തുറന്ന് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് സകലരെയും അനുഗ്രഹിക്കുന്ന സമയമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവമേ, താളപ്പിഴകളുള്ള കുടുംബങ്ങളിലേക്ക് അവിടുത്തെ അരൂപിയെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ ക്രമീകരിക്കണമേ. വൈരാഗ്യം, വഴക്ക്, കലഹം, പലതരത്തിലുള്ള ഭിന്നത, മാത്സര്യം ഇവയെല്ലാം കുടുംബങ്ങളിൽ നിന്ന് കഴുകിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.